എൻ്റെ പേര് ദിയ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ പഠിച്ചത് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്താണ്. ആദ്യം ഞാൻ വന്ന സമയത്ത് പ്രിലിംസ് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. പിന്നെ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിലിംസ് ഏകദേശം എല്ലാത്തിൻ്റെയും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആദ്യം ഞാൻ ക്ലിയർ ചെയ്തത് IBPS PO കഴിഞ്ഞ വർഷത്തേതായിരുന്നു പ്രിലിംസ്. അത് കഴിഞ്ഞിട്ട് മെയിൻസ് ഞാൻ എഴുതി. പക്ഷെ അപ്പോൾ എനിക്ക് GA എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അപ്പോഴാണ് മനസ്സിലായത് GA ഇല്ലാണ്ട് ഒന്നും പറ്റില്ല എന്ന്. പിന്നെ GA നന്നായിട്ട് നോക്കി തുടങ്ങി, ഡെയിലി നോക്കി തുടങ്ങി, പിന്നെ മന്ത്ലി നോക്കി തുടങ്ങി, റിവൈസ് നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബിടെക് ആയതുകൊണ്ട് അതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ ചോദിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. കൂടുതലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. പിന്നെ ബാങ്കിങ് റിലേറ്റഡ് 2 ടേംസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ ആരോട് പറഞ്ഞാലും ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ബിടെക് ഞാൻ ഇലക്ട്രിക്കൽ ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ബിടെക് പഠിച്ചിട്ട് KSEB അങ്ങനത്തെ ഒന്നും നോക്കാതെ ബാങ്കിലേക്ക് വന്നപ്പോൾ ആരോട് പറഞ്ഞാലും ഇങ്ങനെ നെഗറ്റീവായിട്ടേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഫാമിലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബിടെക് കഴിയാറായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ബാങ്കിനോടാണ് താല്പര്യം. എനിക്ക് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഈ ഒരു ജോലി മതി. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്താലേ അതിന് നമുക്ക് ഫുൾ എഫേർട്ട് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കിഷ്ടമുള്ള ജോലി എന്താണോ അതിന് പോയാൽ മതി. അവർ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും എക്സാം ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു എക്സാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, അടുത്തതിന് നിനക്ക് എന്തായാലും കിട്ടും, അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാങ്കിൻ്റെ ഫീൽഡിൽ സെൽഫ് മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറേയൊക്കെ എക്സാം എഴുതി കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമ്മൾ തന്നെ ഒരു ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വയമേ ഇങ്ങനെ പറയും എന്തായാലും കിട്ടും, എപ്പോഴെങ്കിലും എന്തായാലും കിട്ടും എന്നൊരു ഇതുണ്ടായിരുന്നു എനിക്ക്.